എന്താ മോളെ, വേറെ ഹോസ്പിറ്റൽ വല്ലതും കൊണ്ടുപോണോ? എവിടെ കൊണ്ടുപോയിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതങ്ങനെ മാറുന്ന രോഗമൊന്നും അല്ല. ദൈവമേ, എന്താ അവന്റെ അസുഖം? മമ്മി, ഇത് അസുഖമൊന്നും അല്ല. മമ്മിയുടെ മോനെ സൂക്കേട്. മോളെ, നീ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മി, ഇതൊന്ന് കേൾക്ക്. ഇന്നലെ രാത്രിയില് ബാത്റൂമിൽ പോണേ എഴുന്നേറ്റ് വായോന്നും പറഞ്ഞ് സിദ്ധുവേട്ടൻ എന്നെ വിളിയായിരുന്നു. ആ വിളിയിൽ എന്തോ പന്തികേട് തോന്നിയിട്ട് ഞാൻ ഉറക്കം നടിച്ചങ്ങ് കിടന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് മമ്മിക്ക് അറിയോ? എന്താ? കാലൊട്ടും അനക്കാൻ വയ്യാതിരുന്ന കക്ഷി എഴുന്നേറ്റ് കൂളായിട്ട് വാഷ്റൂമിലേക്ക് നല്ല സ്മാർട്ടായിട്ട് നടന്നു പോകുന്നു. ആ, എന്നിട്ട് മൂളിപ്പാട്ടും പാടി തിരിച്ചിറങ്ങി വന്ന് 2 സ്റ്റെപ്പും വെച്ച് കട്ടിലേക്ക് ചാടിക്കേറി കിടന്നു. അപ്പോ കാലൊടിഞ്ഞോന്ന് പറഞ്ഞതോ? ഏത് കാല്? എവിടെ ഒടിഞ്ഞൂന്ന്? എന്റെ മമ്മി, ഇതൊക്കെ മമ്മിയുടെ മോന്റെ പറ്റിപ്പായിരുന്നു. നമ്മളെ എല്ലാവരെയും സിദ്ധുവേട്ടൻ നൈസായിട്ടങ്ങ് പറ്റിക്കുമായിരുന്നോ? എന്തിനാവൻ പറ്റിക്കുന്നേ? അതുകൊണ്ട് അവൻ എന്താ ഗുണം? അതല്ലേ ഇപ്പൊ കാണുന്നത്. ഫാമിലി ഡോക്ടർ ഇല്ലേ, പുള്ളിയെ അങ്കിളേന്ന് വിളിച്ച് സെന്റി അടിച്ച് സോപ്പിട്ടു. എന്നാലും ആരെങ്കിലും ഇങ്ങനൊരു നാടകം കളിക്കുവോ? സിദ്ധുവേട്ടൻ കളിക്കും. അതിന് എന്തിനാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്നെ കുരങ്ങ് കളിപ്പിക്കാൻ. നിന്നെ കുരങ്ങ് കളിപ്പിക്കാനോ? അതെന്തിനാ മോളെ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മമ്മി, എനിക്ക് മനസ്സിലാവാത്തോണ്ടാ ഞാനിപ്പം മമ്മിയോട് ചോദിക്കുന്നത്. പിന്നെ മമ്മിയും പപ്പയും നിങ്ങള് കട്ടപ്രേമായിരുന്നില്ലേ? നിങ്ങളിങ്ങനെ വല്ല കുരുത്തക്കേടും കാണിച്ചിട്ടുണ്ടോ? ഇത്തിരി കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ മണ്ടത്തരമൊന്നും കാണിച്ചിട്ടില്ല. ഇത് പക്ഷെ കടുങ്കൈയായി പോയി കേട്ടോ. കല്യാണത്തിന് 2 ആഴ്ച സമയമുള്ളപ്പോ ഇതുപോലുള്ള കുരുത്തക്കേട് കാണിക്കോ? സകല റിലേറ്റീവ്സും വിളിക്കാം, കല്യാണം മുടങ്ങുവോ, കല്യാണം നടക്കുവോ എന്ന് ചോദിച്ച്. എന്റെ മമ്മി, എന്റെ അവസ്ഥ അത് തന്നെയാ. പക്ഷേ ഒരു രസമുണ്ട് ഇതിനൊക്കെ. സിദ്ധുവേട്ടൻ എന്റെ കാര്യത്തിൽ എത്ര പോസസീവ് ആണെന്നും എന്നോട് എത്ര സ്നേഹമുണ്ടെന്നും ഓരോ നിമിഷവും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു തരത്തില് പറഞ്ഞ കല്യാണത്തിന് മുൻപുള്ള ട്രെയിനിങ്. ഒരു ഭാര്യയുടെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാം പുള്ളിക്കാരൻ എന്നെ കൊണ്ട്. അതൊക്കെ കൊള്ളാം, പക്ഷെ അതിര് വിട്ടു പോകരുത്. ഏയ്, അതൊന്നുമല്ല. ആ കാര്യത്തിലേ. അതെ ഡോക്ടർ, എനിക്ക് ഡിസ്ചാർജ് വേണം. എടോ, ഒരാഴ്ചത്തേക്കല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പൊ 4 ദിവസമല്ലേ ആയുള്ളൂ. ഓ, അതൊക്കെ മതി ഡോക്ടർ, എനിക്ക് ഡിസ്ചാർജ് വേണം. എന്താടോ, കൊച്ചു വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അതോ വീട്ടുകാർ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അത് ആര്? അപർണയുടെ വീട്ടുകാരോ? അല്ല, എന്റെ മമ്മി. ആ, അപ്പൂനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടട്ടെ, പകരം മമ്മിയും കുഞ്ഞും കൂടെ ഇവിടെ വന്ന് നിക്കാനാ അവരുടെ പ്ലാൻ. എടോ, അതിന് അപർണയെ കൊണ്ടങ്ങ് സ്ട്രോങ് ആയിട്ട് പറയിച്ച പോരെ? വേറെ ആരും സിദ്ധുവിനെ നോക്കണ്ടാന്ന്. അവള് സ്ട്രോങ് ആയിട്ട് അങ്ങ് പറയണ്ടെന്നേ. എന്റെ ഡോക്ടറെ, അതിനവള് സ്ട്രോങ് ആയിട്ട് പറയണ്ടേ? ഓ, എന്റെ ഡോക്ടറെ, എനിക്ക് തോന്നുന്നു 4 ദിവസം കഴിഞ്ഞപ്പോ അവക്ക് മടുത്തെന്ന്. കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കുവോ? അത് പിന്നെ ഓരോരോ ദിവസം കഴിയും തോറും ഇഷ്ടം കുറഞ്ഞു വരും. അതാ അതിന്റെ ഒരു രീതി. ഡോക്ടറെ, ഇതുപോലെ കടുത്ത പ്രവചനമൊന്നും നടത്തരുത് പ്ലീസ്, തകർന്നു പോകും. എന്നാലേ നമുക്കൊരു കാര്യം ചെയ്യാം. അപർണ വീട്ടിൽ പോട്ടെന്നേ. എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞ അവളവിടെ വീട്ടിൽ നിന്ന് വീർപ്പ് കൂട്ടാൻ തുടങ്ങും. കാണണമെന്ന് തോന്നും, ഉറക്കമില്ലാണ്ടാവും. അപ്പോഴേ എല്ലാം ഇട്ടെറിഞ്ഞേച്ച് ഓടി ഇങ്ങി പോരുന്നേ. അതെ, അകന്ന് നിൽക്കുമ്പോഴേ ഈ പ്രണയം അങ്ങ് മൂക്കത്തോ കേട്ടോ. എന്റെ ഡോക്ടറെ, ഞാൻ അതുവരെ ഈ ഒടിയാത്ത കാലം തൂക്കിയിരിക്കണോ അല്ലേ? എന്റെ പൊന്നു ഡോക്ടറെ, പ്ലാസ്റ്റർ ഒന്ന് എടുക്കാൻ പറ, ഞാൻ ഡിസ്ചാർജ് മേടിച്ചങ്ങ് പൊക്കോളാം. എടോ, ഡിസ്ചാർജ് വേണമെങ്കിൽ ഓർത്തോ ഡോക്ടർ വന്ന് കണ്ട് തന്നെ സമ്മതിക്കണം. സിദ്ധുവിനറിയാലോ, സൂസന്റെ കാല് പിടിച്ചിട്ടാ ഞാൻ ഈ പ്ലാസ്റ്റർ ഇടിച്ചു തന്നത് തന്നെ. ഇനി ഡിസ്ചാർജ് എന്നും പറഞ്ഞ് പ്ലാസ്റ്റർ എടുക്കാൻ ചെന്നാലേ ആ പ്ലാസ്റ്റർ ഊരി അവൾ എന്റെ വായിലോട്ടും കൊട്ടിക്കും. അപ്പോ നാളെ ഡിസ്ചാർജ് ആണല്ലേ? പെട്ടെന്ന് ശരിയായില്ലേ?
ഡോക്ടർ പറഞ്ഞതുപോലെ സ്നേഹത്തോടുകൂടി പരിചരിച്ചത് കൊണ്ടായിരിക്കും അല്ലേ അപ്പോ? എന്നാലേ ഒടിഞ്ഞ കാല് 4 ദിവസം കൊണ്ട് പ്ലാസ്റ്റർ മാറ്റി നടക്കാനാവുന്നതേ ഒരത്ഭുത സിദ്ധുവേട്ടാ. ഡോക്ടർ തരകന്റെയും ഭാര്യയുടെ ഒരു കൈപ്പുണ്യ അല്ലാതെ എന്താ? അല്ലല്ല, കൈപ്പുണ്യൊന്നും അല്ല സിദ്ധുവേട്ടാ. ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെയും രോഗികളുടെയൊക്കെ ഒരു മാജിക്കാ, മാജിക്. എന്താണോ എന്തോ. ഇനി ഡിസ്ചാർജ് മേടിച്ച് ഞാൻ വീട്ടിൽ പോയ എന്താവോ എന്തോ, വേദന കൂടുവോ എന്തോ. 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. എവിടെ എന്റെ മോതിരം എവിടെ? അവളങ്ങനെ സാധിക്കോ? പെണ്ണല്ലേ വർഗം, പിടിച്ചു നിൽക്കാൻ എന്തും പറയും. നമ്മുടെ ചെറുക്കൻ കുടുങ്ങുകയും ചെയ്യും. അതുമല്ല, തന്ത പൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ച സ്വത്തും പിൻവലിച്ച് പടിയിറക്കി പിണ്ടം വെച്ച് പവിത്രന്റെ കുഴിമാടത്തിലോട്ട് അങ്ങ് അയക്കും. മധുവേട്ടാ, ഇനിയിപ്പോ ശരത്ത് പുറത്തിറങ്ങിയിട്ട് പറയോ നമ്മള് പറഞ്ഞു വഴിതെറ്റിച്ചതാണെന്ന്? എന്റെ ദൈവം, ഏത് നേരത്താണാവോ ആ വീട്ടിൽ ചെന്ന് കയറി മധുരയാടാൻ പറഞ്ഞത്? അവനെ പ്രഭേ, അവിടെ കിണറ്റിലെങ്ങനെ ഇറങ്ങി നിന്നാ മതിയായിരുന്നു. മിണ്ടാതിരിക്കുന്നു കേട്ടാ. കിണർ എവിടെ നിന്ന് വന്ന്? വേണമെങ്കിൽ വന്ന് കിടക്ക്, ഞാൻ കിടക്കാൻ പോവാ. എന്തുവാ ബഹളം? മോളിലോ മറ്റാണോ? ഭാവന ചേച്ചി മുകളില്. ഭാവന പറയുന്നേക്ക് സമാധാനിക്ക്. ശരത്ത് പൂജ കാണാൻ വന്ന്. ചേട്ടത്തി ഓടി വാ. ഇതിനകത്ത് ആണുങ്ങൾ ആരും ഉണ്ട്. പെട്ടെന്ന് വായെടുത്തി. അത് ശരി, നീ വല്ലവനെ വിളിച്ച് മുറിയിക്കാൻ ചെല്ലടി. ആന്റി, ഞാനാ ശരത്ത. ശരത്താ? നീ അന്നേ പെട്ടെന്ന് എനിക്കറിയായിരുന്നു. എടി, നീ എന്തിനാടി ഇവനെ വിളിച്ച് മുറിയിക്കത്? അനാവശ്യം പറഞ്ഞു. എന്നെ ഇവള് വിളിച്ചിട്ടൊന്നല്ല വന്നത്, ഞാൻ പൂജ വിളിച്ചിട്ടാ വന്നത്. പൂജയോ? അതെ. കള്ളം പറയലടാ. ഇവളെ വിളിച്ചിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്? ഞാൻ വിളിച്ചിട്ട് ശരത്തേട്ട് വന്നത്. കേട്ടാ, പരസ്പര വിശ്വാസം, ബഹുമാനം, ഇത് രണ്ടും തന്റെ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ ഇഷ്ടം ഞാൻ പപ്പയോട് ഒരിക്കൽ സൂചിപ്പിച്ചതല്ലേ? സൂചിപ്പിച്ചിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മതില് ചാടി ഈ കോമ്പൗണ്ടിൽ കയറി ഒരാളെ കണ്ട് സംസാരിക്കേണ്ട കാര്യം എന്താ? അപ്പൊ ആ വിശ്വാസം നഷ്ടപ്പെട്ടത് എങ്ങനെയാ? അതിനുത്തരം പറ.
പപ്പ രക്ഷപ്പെടാൻ നീ പറയുമായിരുന്നു പൂജ വിളിച്ചിട്ടാണെന്ന്. പൂജ വിളിച്ചിട്ടല്ല പപ്പ. എനിക്ക് പപ്പയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പപ്പ. പപ്പ, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കാണുന്ന പോലും വിലക്കിരിക്കുക പപ്പ. ആര്? പപ്പ, സിദ്ധുവും അപർണയും കൂടി. പറഞ്ഞു എന്നിരിക്കട്ടെ, അതിന് ഇയാള് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്റെ മുന്നിൽ വന്ന് എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് പോയപ്പോ പ്ലാസ്റ്റർ ഈ കാലില്, തിരിച്ചു വന്നപ്പോ മറ്റേ കാലില്. അതെ, ഒരാളെ പറ്റിക്കുമ്പോ മിനിമം കണ്ടിന്യൂറ്റി എങ്കിലും നോക്കണം, മനസ്സിലായോ? നിങ്ങളുടെ കാലിന് ഒരു കുഴപ്പമില്ലാന്ന് കഴിഞ്ഞ ദിവസേ അപ്പുന് മനസ്സിലായതാ. കാലിന് ഒരു പ്രശ്നമില്ലാതെ ഇവിടെ കിടന്ന് പാട്ടും പാടി ഡാൻസും കളിച്ച് ബാത്റൂമിലേക്ക് പോയപ്പോഴേ ഞാൻ ഉറങ്ങാതെ ആ ബെഡിൽ കിടക്കുമായിരുന്നു, അറിയാമോ? അത് അപ്പോ ഇന്നലെ അത് ഞാൻ സമ്മതിച്ചു, പറ്റിപ്പോയി. പക്ഷെ ഇന്നൊരു കാലോ അപ്പൊ ഇത് ശരിക്കും ഒടിഞ്ഞതാ. അപ്പൊ ഇത് പ്ലാസ്റ്റർ ഇട്ടേക്കുന്ന ഒറിജിനല്. ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കണം വേണോ? അത്ര ഫൂളാണോ ഞാൻ? അപ്പു പറയുന്നേക്കപ്പു കാലൊടിഞ്ഞു പോലും. മനുഷ്യനായാലേ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. അപ്പൊ ഇതെങ്ങനെയാ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നേ? എന്റെ മമ്മിയാണ് സത്യം, എന്റെ കാലിന് പൊട്ടലുണ്ട്. അപ്പു മമ്മിയെ പിടിച്ചു തന്നെ സത്യം ചെയ്. മമ്മിയുടെ എല്ലാ സത്യവും ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ മമ്മിയോടും പറഞ്ഞോ? പിന്നെ പറയാതെ. ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ നിങ്ങൾ കാണിച്ചു വച്ചിരിക്കുന്നത്? പ്രേമിക്കുന്ന എനിക്ക് ഒരു മര്യാദയില്ലേ? എന്നോടുള്ള ഇഷ്ടം കാണിക്കാൻ ഈ വക പരിപാടിയാണോ ചെയ്യണ്ടേ? ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? സോറി. ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടറെ വിളിച്ച് ചട്ടം കെട്ടിച്ച് എന്നെ കൊണ്ട് ബില്ലും അടപ്പിച്ച് ഇപ്പൊ പുതിയ ഷോ. വലതുവശത്തെ പ്ലാസ്റ്റർ എടുത്ത് ഇടതുവശത്ത് ഇട്ടിരിക്കുന്നു. ആരെ പറ്റിക്കാൻ ഇതൊക്കെ? എന്നെ പറ്റിക്കാനോ? ഈ വക ഭ്രാന്തിനെ ഞാൻ കൂട്ടു നിൽക്കുന്നാണോ വിചാരിച്ചേ? 3-4 ദിവസമൊക്കെ ഈ പ്രണയ നാടകം നടത്താം, പക്ഷേ അത് അതിര് കടന്നു വേണ്ട. 50. ഡിസ്ചാർജ് ആവുമെങ്കിലേ അത് കല്യാണത്തിന് തലേന്നായിരിക്കും. എന്തു പറ്റിയടാ നീ ഇങ്ങനെ പറയുന്നത്? എന്താ പറ്റിയെന്നൊക്കെ മരുമോനോട് എന്നെ ആമി വിളിച്ചങ്ങ് ചോദിച്ചാ മതി, പറഞ്ഞു തരും. എന്തോ കൊച്ചേ, കാര്യം പറയേ. അവിടെ നിന്നേ മോളെ, നീ ഒന്ന് പറഞ്ഞിട്ട് പോ. ആമി തന്നെ വിളിച്ചങ്ങ് ചോദിച്ചാ മതി, എനിക്കങ്ങ് വയ്യ. ഇത് എന്തൊരു കഷ്ടം. ഇത് രണ്ടും കൂടെ പിണങ്ങിയതാ, ഷോയാ, നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ട. എന്നാലും ആശുപത്രിയിൽ അവനെ ഈ രാത്രി ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് അവൾ ഇങ്ങോട്ട് പോകുന്ന ശരിയാണോ? ദേ മോൾ ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചേ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. മോളെ അപ്പു, ദേ എന്താ പ്രശ്നം? സിദ്ധു ഡിസ്ചാർജ് ആയോ ആശുപത്രിന്ന്? ആശുപത്രിയിലല്ല, മെന്റൽ ഹോസ്പിറ്റലിലാ സിദ്ധുവിനെ കൊണ്ടേ കിടത്തേണ്ടത്. മോളെ നീ എന്ത് പറ്റിയെന്ന് പറ, ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. മൊത്തം തട്ടിപ്പായിരുന്നു. ആ സാധനത്തിന്റെ കാലിലല്ല തലയ്ക്ക് അസുഖം. നീ കാര്യം എന്താന്ന് വെച്ചാൽ വളച്ചൊടിക്കാതെ പറഞ്ഞപ്പോ. എല്ലിന് പൊട്ടലുണ്ടെന്നും പറഞ്ഞ് കാലിന് പ്ലാസ്റ്റർ ഇട്ടു. അതൊക്കെ വെറും അഭിനയമായിരുന്നു. എന്നെ ഫൂളാക്കാൻ നടത്തിയൊരു നാടകം. നാടകോ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അപ്പോ ഡോക്ടർമാരെന്താ മണ്ടന്മാരാണോ? അതെ, മണ്ടന്മാരാക്കി കഴിഞ്ഞ ദിവസം. പക്ഷേ രാത്രിയിൽ ഞാനത് കണ്ടുപിടിച്ചു. ബാത്റൂമിൽ കൊണ്ടുപോകാനായിട്ട് എന്നെ കൊറേ വിളിച്ചു. ഞാൻ ഉറങ്ങിയതുപോലെ കിടന്നു. അപ്പൊ കൂളായിട്ട് എഴുന്നേറ്റ് 2 കാലും കുത്തി നടന്ന് ബാത്റൂമിലോട്ട് പോയി. വന്നിട്ട് 2 സ്റ്റെപ്പ് ഡാൻസും കളിച്ചിട്ട് എന്നിട്ടൊരൊറ്റ ഉറക്കവും. എന്നെ കൊണ്ട് പരിചരിക്കണം, അതിനാ ഈ ആക്ടിംഗ് ഒക്കെ നടത്തിയത്. അത് ഞാൻ കണ്ടുപിടിച്ചു. നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടറുമായിട്ട് ചട്ടം കെട്ടി. എന്നിട്ട് പ്ലാസ്റ്റർ ഇട്ട കള്ളക്കാല് ഇന്നെടുത്ത് മാറ്റൊന്നും പറഞ്ഞു പോയ പാർട്ടി തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് ആമിക്ക് അറിയാമോ? ആമി, ഈ ഒരു കാലിലെ മന്ത് മറ്റേ കാലിലോട്ട് മാറിയെന്ന് പറയില്ലേ, അതുപോലെ ഈ കാലിലിട്ടിരുന്ന പ്ലാസ്റ്റർ എടുത്ത് മറ്റേ കാലിലോട്ട് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നേരാണോ മോളെ ഇതൊക്കെ? ആണ് ആമി, നേരാ. എന്തൊരു കഷ്ടം ഇത്. എന്റെ ആമി, ഇത് 2 പേരും കൂടിയുള്ള എന്തോ ഊടായ്പ പരിപാടിയാ. കല്യാണം മാറ്റി വെക്കാൻ വേണ്ടി ആദ്യം ജ്യോത്സ്യന്മാരെ പോയി കണ്ടു, ഇപ്പൊ ദേ അതുപോലെ ഡോക്ടറിനെ പോയി കണ്ടിട്ട് വന്നേക്കുവാ. ഇതൊക്കെ ആരെ പറ്റിക്കാനാ ചേച്ചി? ഡി കാഞ്ചു, നീ ഇതേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ ഇടപെടല്ലേ. ചെറിയ വായിൽ വലിയ വർത്താനം പറഞ്ഞോണ്ട് വരും. ആമി, ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യം ആമി.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആമി സിദ്ധുവേട്ടന്റെ മമ്മിയെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കിയേ. വിളിച്ചു നോക്ക്. ഇതുങ്ങൾ രണ്ടുപേരും കൂടി എന്ത് പിള്ളേരുകളെയാണോ കാണിക്കുന്നത്? കല്യാണത്തിന് ഇനി ഏറിയ 2 ആഴ്ച. നേരെ നിൽക്കാൻ സമയമില്ലാത്ത സമയത്താ ഓരോ കഥയുണ്ടാക്കി ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത്. എന്റെ ആമി, ഞാൻ പറഞ്ഞ സത്യമാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. വണ്ടി തട്ടാൻ പോയി എന്നുള്ളത് നേരാ. ഈ കഥയുണ്ടാക്കിയത് സിദ്ധുവേട്ടനാ, ഞാനല്ല. പോലീസ് ഇത്രയും അന്വേഷിച്ചിട്ട് കിട്ടാത്ത ബാലു അവരുടെ കസ്റ്റഡി കാണും, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കാണും, അതുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു കാണും. അങ്ങനെയെങ്കിൽ നീ പോലീസിൽ സറണ്ടർ ചെയ്ത് മൊഴി കൊടുക്കാത്തത് എന്താ? അങ്ങനെ ചെയ്യാന്നല്ല നീ നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതിനെന്താ ഒരു അമാന്തം? നീ ആദ്യം പറഞ്ഞു കുറച്ചുനാള് വെയിറ്റ് ചെയ്യാന്ന്, പോലീസ് കണ്ടെത്തുമെന്ന്, അല്ലെങ്കിൽ അവൻ പുറത്തു വരുമെന്ന്. ഇപ്പൊ മാസങ്ങൾ കഴിഞ്ഞുവല്ലോ. എല്ലാവരും അന്വേഷിക്കുന്നതേ ബാലുവിനെയാ. നീ കീഴടങ്ങ്, എന്നിട്ട് പറ. ഇനി അതേ ഉള്ളൂ വഴി. എത്രയും പെട്ടെന്ന് നീ പോലീസിൽ കീഴടങ്ങണം. മംഗലാപുരത്ത് വെച്ച് ബാലുവിനെ കൊല്ലാൻ ശ്രമിച്ചതും ഇങ്ങോട്ടുള്ള എല്ലാ കഥകളും, അപർണയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉൾപ്പെടെ എല്ലാം. പോലീസ് അന്വേഷിക്കുന്നതും ബാലുവിന്റെ അമ്മ അന്വേഷിക്കുന്നതും ഒരേ ബാലുവിനെ തന്നെയാ. ബാലു പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരേ ഒരാൾ അത് സിദ്ധു അല്ലേ? പിന്നെ അവന്റെ ഭാര്യയാവാൻ പോകുന്ന കൽത്തോട്ടത്തിലെ അപർണയും. ബാലു അപർണയെ ഒന്നിക്കരുതെന്ന് അന്നേ തീരുമാനിച്ചിരുന്നതാ സിദ്ധു. അതുകൊണ്ട് ഇനി നീ ഒളിച്ചു കളിക്കാതെ പോലീസിൽ ചെന്ന് കീഴടങ്ങാൻ നോക്ക്. ഓക്കെ, ഇനി അതേ ഉള്ളു വഴി. തൽക്കാലം നിങ്ങൾ എന്നെ താരയുടെ വീട്ടിലാക്ക്. നാളെ ഒരു പകലുകൊണ്ട് കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകും. ഇത് നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയി കാണും. പക്ഷെ ഗേറ്റ് ലോക്ക് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ആമിയേ, ഇന്ന് ആശുപത്രിക്കാരന് ഇവിടുന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കണോ അതോ സൊനാലിന്ന് കൊണ്ടുവരുവോ? ഇന്ന് ഡിസ്ചാർജ് ആവും. അപ്പൊ ഇവിടുന്ന് പോണില്ലേ ആരും? സാധാരണ അഡ്മിറ്റ് ആക്കിയ ആൾക്കാരല്ലേ വിളിച്ചുകൊണ്ട് വരേണ്ടത്. അതെ, അവരുടെ വീട്ടുകാരെ നോക്കിക്കോളൂ. ആമി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സിദ്ധുന്റെ കാലിപ്പോ 4 ദിവസം കൊണ്ടങ്ങ് നേരെയാവും. അതോടൊപ്പം തന്നെ കല്യാണം ഇങ്ങ് വരും. ഡ്രസ് എടുത്തിട്ടില്ല, സ്വർണം എടുത്തിട്ടില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നമുക്ക് സ്വർണ്ണമൊക്കെ പിന്നെ എടുക്കാനേ. എന്തിനാ ഇത്ര പെട്ടെന്ന് എടുത്തു വെക്കുന്നത്? അപ്പൊ ഡ്രസ്സോ? അതെടുക്കാം, നമുക്ക് കുഴപ്പമില്ല. എപ്പോ എടുക്കാന്ന്? ആമി ഒരു കാര്യം മനസ്സിലാക്കണം. പെണ്ണിന്റെ അമ്മായിയായിട്ട് ഒരുങ്ങേണ്ട ആളാ ഞാൻ. എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചിട്ട് വേണം എനിക്ക് ഒരുങ്ങാൻ. ഈ കരയായ കര മുഴുവൻ കല്യാണം വിളിച്ചത് ഞാനാ. മാച്ചിങ് ബ്ലൗസ് എടുക്കണം, അതിന്റെ ഓർണമെന്റ്സ് എടുക്കണം. ഒരു സാരി വല്ല ആണെങ്കിൽ വേണ്ടിയില്ല. കല്യാണത്തിന് ഒരു സാരി പോരെ? കല്യാണത്തിന് ഒരു സാരിയോ? അതെങ്ങനെ ശരിയാവും? അതെ, കല്യാണ തലേന്നൊരു സാരി, കല്യാണത്തിന് അന്ന് രാവിലെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുമ്പോ ഒരു സാരി, കെട്ടിക്കാൻ നേരത്തെ ഒരു സാരി, കെട്ട് കഴിഞ്ഞിട്ട് റിസപ്ഷൻ ഒരു സാരി, പിന്നെ പിറ്റേന്ന് വിരുന്നിന് പോവല്ലോ, അപ്പൊ ചിലപ്പോ 2 സാരി കൊടുക്കും. അങ്ങനെ 5-6 സാരി കൊടുക്കാനുള്ളതാ. ഇതിന്റെയൊക്കെ ബ്ലൗസ് അങ്ങോട്ട് ഓടിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടൂല. തിരക്കുള്ള ആൾക്കാരാണ്. ഞാനൊരു യൂട്യൂബറാ, 10 പേരെ അറിയണതാ. നിങ്ങൾക്കൊന്നും കുഴപ്പം. ഇവിടെ എപ്പോ വന്നു? ഞാൻ ഇന്നലെ രാത്രി വന്നു. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ.
കുഞ്ഞമ്മ മോളിലെ റൂമിലായിരുന്നു. അവിടെ വന്ന് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. മമ്മി മമ്മിയാ സംസാരിക്കും. മമ്മി മമ്മി ഈ നടുവിനെ ചെറിയൊരു പെയിൻ. ഞാൻ ഒന്ന് കിടക്കട്ടെ. മോളെ കാലിലൊന്ന് പതുക്കെ പിടിക്കേ. ശിവയെ കൂടെ വിളിക്കട്ടെ മോനെ, നിന്റെ കൂടെ വന്നിരിക്കാൻ പറയാം. അയ്യോ വേണ്ട, നമ്മള് നടുവൊടിഞ്ഞ് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ പലരും, കൂടപ്പറപ്പ് പോലും. ഇപ്പൊ അപ്പുചേച്ചി വരുമല്ലോ ശുശ്രൂഷിക്കാൻ, പിന്നെന്താ പ്രശ്നം? നമുക്കാരും വേണ്ടേ, നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. മമ്മി ഞാൻ പറഞ്ഞില്ലേ ഇതൊടക്ക. ആ എടി, നീ പറയുന്ന അങ്ങ് ചെയ്താ മതി. നല്ല വേദനയാ, 2 കാല് പിടിച്ചാ വീണത്. ആ അപ്പുചേച്ചി വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി അങ്ങ് ഏറ്റെടുത്തോ. നീ ഇവിടെ ഇരുന്നേ, കുഞ്ഞ കുഴമ്പ് കൊണ്ടുവരും, അതിട്ട് ശരിക്കും ഒന്ന് തടവണം. ഓ അതൊക്കെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അപ്പുചേച്ചിയോട് മിണ്ടാതിരിക്കാനല്ലേ. ചേച്ചിയെ അവകാശം അധികാരമുള്ള ആളാ. മോതിരം കൈക്കിടക്കല്ലേ, അങ്ങ് വരട്ടിക്കോ, അല്ലാതെ ശരിയാവത്തില്ല. നീ കൂടുതൽ ഡയലോഗ് പറയണ്ട, അവിടെ ഇരി. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ആ പൂജ, കൈമാറ്റ്, തൊടണ്ട. കൈ മാറ്റാൻ പറഞ്ഞില്ലേ? ഇന്നലത്തെ എന്റെ അവസ്ഥ ഇയാൾക്ക് മനസ്സിലാവില്ല. ജീവൻ എടുക്കുന്ന വേദനയായിരുന്നു. കാലിന് മാത്രമല്ല, ശരീരം ആ സകലം വേദനയെടുത്ത് ഞാൻ പൊളയുന്ന കണ്ടിട്ട് തനിക്കൊക്കെ ചിരി. എന്റെ വയ്യാത്ത കാല് പിടിച്ച് എത്ര പ്രാവശ്യം തിരിച്ചു. വേദനിക്കുന്നത് ഞാൻ നിലവിളിച്ച് പറഞ്ഞ് കേട്ടതല്ലേ, താനത് തമാശയായിട്ട് എടുത്തു. സിദ്ധേട്ടാ, കാലിന് ശരിക്കും കുഴപ്പമുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല സിദ്ധേട്ടാ. അറിയില്ല, താൻ അത് അറിയില്ല. ഇക്കണക്കിന് ഞാൻ ചത്തു കിടന്നാലേ അഭിനയിക്കാന്നും പറഞ്ഞ് തന്നെ ചവിട്ടൂലോ. വേണ്ട, കാലൊടിഞ്ഞതിനേക്കാൾ എനിക്ക് വിഷമമായത് തന്റെ പെരുമാറ്റോ. ഒരു പ്രശ്നം ഉണ്ടായാൽ താൻ എന്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചാ. താൻ എന്താ പറഞ്ഞിട്ട് പോയത്? 21-ാം തീയതി കല്യാണം നടത്തുന്ന കാര്യം ആലോചിക്കാന്നല്ലേ? ആലോചിക്കും. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. എനിക്കും ഒന്ന് ആലോചിക്കണം, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങള്. സിദ്ധേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വിചാരിച്ച് എന്തിനാ എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നത്? സിദ്ധേട്ടന്റെ അപ്പല്ലേ ഈ പറഞ്ഞത്? കൈമാറ്റ്, മാറിയിരുന്ന് സംസാരിക്കേ. അവിടെ ഇരുന്ന് സംസാരിച്ചാലും എനിക്ക് കേൾക്കാം. മാറിയിരിക്കാൻ പോ. സൊനാലിയിലെ മരുമകളെ അത്ര മിടുക്കിയായിട്ട് പോണ്ട.
എന്താ പറഞ്ഞത്? ഇവന്റെ കയ്യും കാലും തല്ലിയൊടിക്കുന്നു. അതിന് തക്ക മിടുക്കുള്ള ഉണ്ണിയാർച്ചയാണ് ഇയാളുടെ മമ്മി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കളിത്തോട്ടത്തിൽ കുടുംബത്തിന്റെ മുമ്പിൽ വന്നേ വെല്ലുവിളിച്ചു പോകാൻ പറ്റത്തില്ല. രണ്ട് കുടുംബങ്ങൾ തമ്മിലെ മര്യാദയ്ക്കൊരു കല്യാണം നടക്കാൻ പോകുന്ന വീടാ. അതല്ലായിരുന്നെങ്കിലേ പാവനമോളി പടി ഇറങ്ങുന്നതിന് മുമ്പേ എന്റെ പ്രഭ നിന്റെ കയ്യും കാലും തല്ലിയൊടിച്ചേ വണ്ടി കയറ്റി പാർസലാക്കി വിട്ടേരെ. അറിയോടി നിനക്ക്? വേണ്ട അത് കേട്ടാ, വിട്ടുകളാ. എന്തിനാണ് ഇവളോടൊക്കെ? എന്താണെങ്കിലും കുറച്ചു നാൾ കഴിയുമ്പോ നമ്മുടെ കൊച്ചിന്റെ വീടാത്. അതോർത്താ നിങ്ങക്ക് കൊള്ളാം. കെട്ടിയെഴുന്നള്ളിച്ച് അങ്ങോട്ടേക്കല്ലേ കൊണ്ടുവരുന്നത്. നമുക്ക് കാണാം, കാണാം. നീ എന്തോടെ ചേർത്തെ പഴം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? എന്റെ അമ്മായി, ഇവിടെ കേറി വന്ന് ഇതൊക്കെ പറയാനായിട്ട് ഇവൾക്ക് സോനാലിൽ എന്താ അവകാശമുള്ളത്? ഇവക്ക് പ്രാന്താണ്, ഇവള് സൈക്കോ ആണ്, വെറും സൈക്കോ. അവളിനി എന്ത് പണ്ടാരം വേണേലും പറഞ്ഞോട്ടെ, നമ്മുടെ സോനാലിയിലെ പൂജയ്ക്കും പപ്പയ്ക്കും എന്നെ ഇഷ്ടമല്ലേ. ഇവള് കൂടുതൽ വാശി പിടിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ അപ്പുവിന്റെ കല്യാണത്തിന് 2 ദിവസം മുമ്പെങ്കിലും ഞാൻ പൂജയുടെ അടുത്ത് താലി കെട്ടും. അങ്ങനെ വേണോടാ മരുമകനെ? എങ്ങനെ വേണ്ട മരുമോനെന്ന്? ചുമ്മാ ഓരോ മണ്ടത്തരം കാണിച്ചിട്ട് കിട്ടാനുള്ളതും കൂടി കിട്ടാതാവരുത്. ഓരോ വിവരക്കേട് പറയുന്നു.